എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ലൊരു പുട്ട് തയ്യാറാക്കാം. ഇന്നത്തെ നമ്മുടെ പുട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചക്ക വെച്ചിട്ടാണ്. നമ്മുടെ മിക്ക വീടുകളിലും നമ്മൾ ചക്കപ്പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും നല്ല സ്വാദോടുകൂടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ ഒരു പാചക രീതി നിങ്ങൾക്ക് വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഇന്ന് പുട്ടിനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. നമുക്കിനി ചക്കപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിന്നൊരു 4 കണ പുട്ട് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് 15 ചക്കച്ചുള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ചക്കച്ചുളയുടെ എണ്ണവും കൂട്ടാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചുകൂടി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ചക്ക അരച്ചെടുത്തിട്ടുള്ളത് ബൗളിലേക്ക് മാറ്റാം. അരച്ചെടുത്തിട്ടുള്ള ചക്ക മാറ്റി കഴിഞ്ഞാൽ അതേ ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർക്കാം. പുട്ടുപൊടി ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട്. ഞാനിവിടെ ആദ്യം 1/2 കപ്പ് പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. പുട്ടുപൊടി ചക്കയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷമായിരിക്കണം രണ്ടാമതും നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടി കൂടെ ചേർക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ പുട്ട് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം പുട്ടുപൊടി ചേർക്കാനായിട്ടും. ആദ്യ പൊടി യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും 1/2 കപ്പ് പുട്ടുപൊടി കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പുട്ടുപൊടിക്ക് നനവ് കൂടി പോവാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. പുട്ടുപൊടി നനച്ചെടുക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് നമുക്ക് നനച്ചെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നല്ല പോലെ തന്നെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് തിരുമ്മി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പൊടി നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കാം. ഈ ഒരു പാകത്തിൽ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പൊടി ഇവിടെ നനഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ചക്കപ്പൊടി നമ്മൾ കൈകൊണ്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പുട്ടുപൊടി ഒരു തരി പോലും കട്ടകളില്ലാതെ തന്നെ നമുക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള പൊടി ഇതേ ഒരു ഭാഗത്തിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 തവണകൾ കൊണ്ടാണ് നമുക്ക് ഈ പൊടി ഒന്ന് കുഴിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല വെറുതെയായിട്ടാണ് നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുള്ള പാകം കൂടെ നോക്കാവുന്നതാണ്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ ഉരുണ്ട് വരുന്ന പാകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ബൗള് നിറയെ തന്നെ ഇരിക്കുന്ന പൊടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മറ്റുള്ള ചേരുവകൾ കൂടെ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർക്കണം. നമ്മൾ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ചക്കപ്പുട്ട് തയ്യാറാക്കാനും പോകുന്നത്. ഇനി ഈ പൊടി കുഴച്ചെടുക്കുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് മധുരത്തിനായിട്ടുള്ള ശർക്കരപ്പൊടി. എടുത്തിട്ടുള്ള ചക്കയുടെ മധുരവും ഇതുപോലെ ശർക്കരയുടെ മധുരവും കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ചക്കപ്പുട്ട് കഴിക്കാനായിട്ട് നല്ലൊരു സ്വാദ് കിട്ടുന്നത്. ശർക്കരപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദിനായിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 പിടിയോളം നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. നാളികേരവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത് കൂടെ ചേർക്കണം. വീണ്ടും നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ചക്കപ്പൊടിക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മളിന്ന് ചേർത്തിട്ടുള്ള ശർക്കരപ്പൊടി നമ്മുടെ പുട്ടിന് ആവശ്യമായ മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി ശർക്കരപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. പുട്ട് കുഴച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള നനവുമായിട്ടുണ്ട്. ഇനി പൊടി റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവി വരുന്ന പുട്ടുകണയിലേക്കൊന്ന് വാരി നിറച്ചു കൊടുക്കാം. നല്ലതുപോലെ ആവി കയറ്റിയ പുട്ടുകണയിലേക്കാണ് നമുക്ക് പൊടി നനച്ചെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും പുട്ട് പൊടിയാതെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിറച്ചെടുത്തിട്ടുള്ള പുട്ട് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചുകൂടെ എടുക്കാം. നല്ലപോലെ ആവി വന്ന് തുടങ്ങിയാൽ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം സിമ്മിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സൂത്രം ഉപയോഗിച്ചാൽ പുട്ട് പൊടിയാതെ തന്നെ നമുക്ക് കുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന്
കുത്തിയും കൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വാരി നിറച്ചു കൊടുക്കാം. രണ്ടാമതും നമ്മുടെ പുട്ടിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ചക്കപ്പുട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്വാദം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.